ഇന്ത്യക്കെതിരായ 2020 പരമ്പരയിൽ ന്യൂസിലൻഡിന് ആശ്വാസ ജയം. വിശാഖപട്ടണത്ത് ഇന്ത്യയെ 50 റൺസിനാണ് കിവീസ് തോൽപ്പിച്ചത്. പരമ്പരയിലെ അവസാന മത്സരത്തിനായി ഇരു ടീമുകളും ഇന്ന് തിരുവനന്തപുരത്തെത്തും. ഇന്ത്യയുടെ ജൈത്രയാത്രയ്ക്ക് വിശാഖപട്ടണത്തെ ന്യൂസിലൻഡിന്റെ മറുപടി. നാലാം 2020-യിൽ 50 റൺസിന് ഇന്ത്യയെ വീഴ്ത്തി കിവീസ്. പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങളിൽ ബാറ്റിംഗ് വിസ്മയം തീർത്ത ഇന്ത്യക്ക് നാലാം മത്സരത്തിൽ പിഴച്ചു. അനായാസ ജയം സ്വന്തമാക്കാനിറങ്ങിയ ഇന്ത്യക്ക് മുന്നിൽ ന്യൂസിലാൻഡ് മുന്നോട്ട് വെച്ചത് 216 എന്ന കൂറ്റൻ വിജയലക്ഷ്യം. ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ പിഴച്ചു. അഭിഷേക് ശർമ്മ ഗോൾഡൻ ഡക്ക്, തൊട്ടു പിന്നാലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പുറത്ത്. മൂന്നാം വിക്കറ്റിൽ സഞ്ജുവിനൊപ്പം ഒന്നിച്ച റിങ്കു സിംഗ് ഇന്ത്യയെ കരകയറ്റാൻ ശ്രമിച്ചു. എന്നാൽ 24 റൺസ് എടുത്ത് നിന്ന സഞ്ജുവിനെ പുറത്താക്കി കിവീസ് നായകൻ മിച്ചൽ സാന്നർ കൂട്ടുകെട്ട് പൊളിച്ചു. പിന്നീട് വന്ന ഹർദിക് അതിവേഗം കൂടാരം കയറി. പിന്നാലെ ഇന്ത്യക്ക് പ്രതീക്ഷയേകി ശിവം ദുബെ. അതിവേഗം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ദുബെ കിവീസിനെ വിറപ്പിച്ചു. എന്നാൽ റാണയുടെ ഷോട്ട് ഹെൻറിയുടെ കയ്യിൽ തട്ടി സ്റ്റെമ്പിൽ കൊണ്ടതോടെ ദുബെ പുറത്ത്. വാലറ്റത്തെ വേഗത്തിൽ മടക്കി കിവീസിന് ആശ്വാസ ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കിവീസിന് തകർപ്പൻ തുടക്കം. ആദ്യം മുതൽ വെടിക്കെട്ട് നടത്തി ഓപ്പണർമാരായ ഡെവോൺ കോൺവേയും ടിം സീഫർട്ടും. അർദ്ധ സെഞ്ചുറി നേടിയ സീഫർട്ടും കോൺവേയും കൂടി ഒന്നാം വിക്കറ്റിൽ പടുത്തുയർത്തിയത് 100 റൺസിന്റെ കൂട്ടുകെട്ട്. പിന്നീട് കോൺവേയെ പുറത്താക്കി ഇന്ത്യൻ ബോളർമാർ പിടിമുറുക്കിയെങ്കിലും അവസാന ഓവറുകളിൽ ഡാരിൽ മിച്ചൽ തകർത്തടിച്ചതോടെ ന്യൂസിലാൻഡ് 215-ലെത്തി. ഇന്ത്യക്കായി കുൽദീപ് യാദവും ഹർഷ്ദീപ് സിംഗും 2 വീതം വിക്കറ്റ് എടുത്തു. ടിം സീഫർട്ടാണ് കളിയിലെ താരം. ശനിയാഴ്ച നടക്കുന്ന അവസാന മത്സരത്തിനായി ഇന്ത്യ ന്യൂസിലാൻഡ് ടീമുകൾ ഇന്ന് കേരളത്തിലെത്തും. കേരളത്തിലെത്തുന്ന താരങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.